ഹായ്, അഞ്ജു എതിരാണ്. ഒന്ന് രാമേശ്വരം പോയി ചെയ്ത പാപമൊക്കെ കഴുകി കളഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് കരുതി കുടുംബത്തോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടാണ് കേട്ടോ. യാത്രയൊക്കെ നല്ല സുഖമായിട്ട് നടന്നു. അങ്ങോട്ടേക്ക് നമ്മൾ ട്രെയിനിലാണ് പോയത്. നല്ല രസമായിട്ട് ട്രെയിനിൽ എൻജോയ് ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴേ നമുക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം ഇന്ത്യ മൊത്തം അവിടെ എത്തി ചേർന്ന പോലൊരു തോന്നലായിരുന്നു. അവിടെ ചെന്ന് 10 മിനിറ്റിനുള്ളിൽ എത്തേണ്ട ഹോട്ടലിലേക്ക് നമ്മളൊരു മണിക്കൂർ എടുത്തിട്ട് എത്തി. അപ്പോഴേക്കും ഹോട്ടലിലെ ഫുഡെല്ലാം തീർന്നു. പിന്നെ നമ്മൾ തെരുവോരങ്ങളിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഫുഡിന് വേണ്ടി നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് അവിടുത്തെ തെരുവുകളിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിലൂടെ സെറ്റപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീട് കണ്ടുപിടിച്ചു. ആ വീട്ടിൽ ഊണിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പപ്പയും അപ്പച്ചന്മാരും എല്ലാവരുടെ അവസാനം ഒരു ഊണ് കഴിക്കാനായിട്ട് വിളിച്ചു. നല്ല വൃത്തിയുള്ളൊരു വീടാണ്. വൃത്തിയായിട്ട് തന്നെ ഒരു ഫുഡെല്ലാം ചെയ്ത് തന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ധനുഷ്കോടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. വണ്ടിയിൽ കയറിയാൽ മാത്രമേ ഓർമ്മയുള്ളൂ. വണ്ടി ഒട്ടും മൂവ് ആവുന്നില്ല. പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ധനുഷ്കോടി യാത്രയും സ്വാഹ. പിന്നെ ആകെപ്പാടെ ഒരു സന്തോഷം തോന്നിയത് അവിടെ വഴിയിൽ വീണ്ടും നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. ഇത് മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പട്ടിയെ കണ്ടു. പട്ടിക്കുട്ടിയല്ല, ഒരു അമ്മാവൻ പട്ടിയാണെന്ന് തോന്നുന്നു. അവിടുത്തെ പട്ടികൾക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കടിക്കുകയോ തോണ്ടുകയോ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അത് നമുക്ക് അടുത്ത് വന്ന് ഞെയ്ക്കും. നമ്മൾ ഫുഡ് കൊടുത്താൽ വാങ്ങിക്കൊണ്ടുപോകും. അത്ര തന്നെ. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഹോട്ടലിലെത്തി. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പം കണ്ട കാഴ്ചയാണിത്. ഒരു അമ്മ നന്ന ഭംഗിയായിട്ട് ഇങ്ങനെ കോലമൊക്കെ വരയ്ക്കുന്നു. പിന്നെ രാമേശ്വരം ടെമ്പിളിൽ പോയി. അവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എന്തോ കാണാൻ പറ്റി. തിരിച്ചിറങ്ങി. തിരിച്ച് ട്രെയിനിൽ കയറി ഇനി വീട്ടിലേക്ക് പോരുന്ന കാഴ്ചയാണ് കണ്ടത്. ധനുഷ്കോടി ഇനി ഒന്നുകൂടെ പോയാലേ കാര്യങ്ങൾ നടക്കൂ. ധനുഷ്കോടിയിലെ മീൻ തിന്നാനാണ് ഞാൻ പോയത്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇനി അടുത്ത തവണ പോവാം.